ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഔട്ട്ഡോർ ഗാർഡനിങ് ആണ്. ഔട്ട്ഡോർ ഗാർഡനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാന്റ്സിനെ നമ്മൾ ഔട്ട്സൈഡ്, നമ്മൾ വീടിനൊക്കെ പുറത്തായിട്ട് നമ്മൾ പബ്ലിക് ഏരിയാസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്സിലൊക്കെ നമ്മൾ ഗാർഡനിങ് ചെയ്യുന്നതിനാണ് ഔട്ട്ഡോർ ഗാർഡനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഓൾഡ് പ്രാക്ടീസ്. ദ ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ഔട്ട്ഡോർ ലാൻഡ്, property, etc. for aesthetic and cultural purposes by modifying the natural scenery using plants, non-living objects, sculptures, models and architectural work is called landscaping. അതായത് ഇതിൻ്റെ മെയിൻ പർപ്പസ് പറയുന്നത്, ഔട്ട്ഡോർ ഗാർഡനിങ്ങിൻ്റെ ഒരു മെയിൻ പർപ്പസ് പറയുന്നത് എസ്തെറ്റിക് ആൻഡ് കൾച്ചറൽ പർപ്പസ് തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്യും അതിന് നാച്ചുറൽ സീനറീനെ. എന്തെങ്കിലും പ്ലാന്റ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ നോൺ ലിവിങ് ഒബ്ജക്ട്സ് വെച്ചിട്ട്, സ്കൾപ്ചേഴ്സ് വെച്ചിട്ട്, മോഡൽസ് വെച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കിടെക്ചറൽ വർക്ക്സൊക്കെ വേണ്ടിയിട്ടേക്കും നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്നത് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ്ങിനെയാണ്. നെക്സ്റ്റ് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ലാൻഡ്സ്കേപ്പിംഗ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് എൻഹാൻസസ് ദ എസ്തെറ്റിക് അപ്പീൽ ഓഫ് എൻ ഏരിയ. അതായത് ഒരു ഏരിയൻ്റെ, ഒരു വെറുതെ കിടക്കുന്ന ഒരു ഏരിയൻ്റെ എസ്തെറ്റിക് അപ്പിയറൻസ് ആണ് ഇത് വഴി എൻഹാൻസ് ചെയ്യുന്നത്, ഒരു ലാൻഡ്സ്കേപ്പിംഗ് വഴി. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് എൻഹാൻസസ് ദ സീനിക് ബ്യൂട്ടി ഓഫ് ദി നൈബർഹുഡ് ആൻഡ് ദർബൈ ഇൻക്രീസിങ് ദി എസ്തെറ്റിക് ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഏരിയ. ഇതിൻ്റെ മെയിൻ ഈ ഒരു ഔട്ട്ഡോർ ഗാർഡനിങ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പർപ്പസാണ് ഇവിടെ പറയുന്നത്. കൾച്ചറൽ അല്ലെങ്കിൽ എസ്തെറ്റിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇതിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. തേർഡ് പോയിന്റ്, ലാൻഡ്സ്കേപ്പിംഗ് ക്യാൻ ട്രാൻസ്ഫോം എ സിമ്പിൾ സ്ട്രക്ചർ ടു എൻ അട്രാക്റ്റീവ് വൺ. ഒരു സിമ്പിളായുള്ള സ്ട്രക്ചേഴ്സിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചറിനെ നമുക്ക് മോർ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നുണ്ട് ഈ ലാൻഡ്സ്കേപ്പിംഗ് വഴി. നെക്സ്റ്റ് പറയുന്നത്, ബ്ലെൻഡ്സ് ആർക്കിടെക്ചർ ക്രിയേഷൻസ് വിത്ത് സീനറി, നാച്ചുറൽ സീനറി. പ്ലാന്റ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ആഡ് ലൈഫ് ടു കോൺക്രീറ്റ് ജംഗിൾസ്. ഇവിടെ പറയുന്നത് ആർക്കിടെക്ചറൽ ക്രിയേഷൻസിനെ മൊത്തം ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ ലാൻഡ്സ്കേപ്പിങ്ങിൽ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് എന്തൊക്കെയാണ്, സ്കൾപ്ചേഴ്സ്, മോഡൽസ്, ആർക്കിടെക്ചറൽ വർക്ക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനത്തെ ആർക്കിടെക്ചറൽ ക്രിയേഷൻസിനെ മൊത്തം ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് കൺട്രോൾസ് വെഹിക്കുലർ ആൻഡ് പെഡസ്ട്രിയൻ ട്രാഫിക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വാഹനങ്ങളെ അതുപോലെ തന്നെ കാൽനടക്കാരെ എല്ലാവരെയും ഇൻക്ലൂഡായി നിൽക്കുന്ന ആ ഒരു ട്രാഫിക്കിനെ മൊത്തം ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ് ആ ഒരു പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പ്ലാന്റ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് എ വാൾ അറൗണ്ട് ജങ്ക്യാർഡ്സ് ആൻഡ് സ്റ്റോറേജ് ഏരിയാസ്. എന്തെങ്കിലും സ്റ്റോറേജ് ഏരിയാസ് അല്ലെങ്കിൽ ജങ്ക്യാർഡ്സിനെ മൊത്തം ഒരു വാള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, പ്ലാന്റ്സ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് ഷെയ്ഡ്, ടു ബ്ലോക്ക് അൺഡിസൈറബിൾ ലൈറ്റ് ആൻഡ് ടു മോഡിഫൈ ടെമ്പറേച്ചർ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അൺഡിസൈറബിൾ ലൈറ്റിനൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയ്ഡ്സ് ആയിട്ട് നമ്മൾ പ്ലാന്റ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ക്രിയേറ്റ്സ് റിക്രിയേഷണൽ ഗ്രൗണ്ട്സ് ഫോർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഗ്യാതറിങ്സ് ആൻഡ് ഇൻട്രാക്ഷൻ. ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് അല്ലെങ്കിൽ കൾച്ചറൽ ഗ്യാതറിങ്സിന് മൊത്തം നമ്മൾ റിക്രിയേഷണൽ ഗ്രൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് പ്രൊവൈഡ് ഹോബി ആക്ടിവിറ്റീസ് ഫോർ ഹൗസ് ഓണേഴ്സ്. ഹൗസ് ഓണേഴ്സിന് ഹോബി ആക്ടിവിറ്റീസ് ആയിട്ട് മെയിനായിട്ട് ചൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ലാൻഡ്സ്കേപ്പിങ്സ് ഒക്കെയാണ് മെയിനായിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ്, പ്രൊവൈഡ്സ് തെറാപ്യൂട്ടിക് റിലീഫ്. എൻജോയിങ് ലാൻഡ്സ്കേപ്പ് ക്യാൻ ബി റിലാക്സിങ്. തെറാപ്യൂട്ടിക് റിലീഫ്സിനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടേഴ്സൊക്കെ പേഷ്യൻസിനോടൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ എന്ത് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്സിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ട്. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് കാറ്റഗറീസ് ഓഫ് ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ബേസ്ഡ് ഓൺ പ്രിഫറൻസസ്, 4 categories of landscaping can be recognized, named residential, commercial, public, special types. ഇതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഓർ ഹോം ലാൻഡ്സ്കേപ്പിംഗ് എന്താ നോക്കാം. ഇറ്റ് ഈസ് സെൻറ്റേഡ് അറൗണ്ട് ഹൗസസ് ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ദി ടേസ്റ്റ് ആൻഡ് നീഡ്സ് ഓഫ് ദി ഹൗസ് ഓണർ. ഒരു വീടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് ചുറ്റുപാടായിട്ട് കാണുന്ന ലാൻഡ്സ്കേപ്പിങ്ങിനാണ് ഹോം ലാൻഡ്സ്കേപ്പിംഗ് ഉദ്ദേശിക്കുന്നത്. ഇതെന്താ റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഹൗസ് ഓണറെ ഇൻട്രസ്റ്റിനെയാണ്. അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും അവർ കൾട്ടിവേറ്റ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ അപ്പം അതിൻ്റെ അവരുടെ ആ ഒരു ഹൗസ് ഓണറെ നീഡ്സ് അല്ല ടേസ്റ്റിനായിരിക്കും അവിടെ ഉണ്ടാകുന്ന ലാൻഡ്സ്കേപ്പിംഗ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ഞാൻ പറയുന്നത് പബ്ലിക് ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാന്റിംഗ് ട്രീസ് അലോങ് സ്ട്രീറ്റ്സ് ആൻഡ് ഇറ്റ് പ്ലാന്റിംഗ് ഓഫ് ട്രീസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇൻ മീഡിയൻസ് ഓർ സ്ട്രീറ്റ് കോർണേഴ്സ്. ഇറ്റ് മേ ഓൾസോ ഇൻക്ലൂഡ് റിക്രിയേഷണൽ പാർക്സ് വേർ എ പീസ് ഓഫ് ലാൻഡ് ഇസ് ഡെവലപ്ഡ് ഫോർ റെസിഡൻസ് ടു യൂസ് ഡ്യൂറിംഗ് ഫ്രീ ടൈം. പബ്ലിക് ലാൻഡ്സ്കേപ്പിംഗ് ഉദ്ദേശിക്കുന്നത് റോഡ് സൈഡ്സിലൂടെ അല്ലെങ്കിൽ സ്ട്രീറ്റ്സിൻ്റെയൊക്കെ സൈഡിലൂടെ നമ്മൾ വലിയ മരങ്ങൾ പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിനൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ റോഡ് സൈഡ്സിൽ അല്ലെങ്കിൽ ഈ കോർണേഴ്സിലൊക്കെ. പിന്നെ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് റിക്രിയേഷണൽ പാർക്സ്. ഈ റിക്രിയേഷണൽ പാർക്സ് എന്ന് പറയുമ്പോൾ റെസിഡൻസിനൊക്കെ ഫ്രീ ടൈമിൽ വന്ന്
കുറച്ച് കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏരിയാസാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പബ്ലിക്കായിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത് പറയുന്നതാണ് കൊമേഴ്ഷ്യൽ ലാൻഡ്സ്കേപ്പിംഗ്. Commercial landscaping is found in places such as shopping centers, hotels, banks, restaurants, etc. An important factor to be considered while designing commercial landscaping is that it should not cause any inconvenience or a serious threat to the public. അപ്പോൾ കൊമേഴ്ഷ്യൽ ലാൻഡ്സ്കേപ്പിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഷോപ്പിംഗ് മോൾസ്, ഷോപ്പിംഗ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഹോട്ടൽസ്, ബാങ്ക്സ്, റെസ്റ്റോറൻറ്റ്സ് അവിടെയൊക്കെ കാണുന്ന ലാൻഡ്സ്കേപ്പിംഗ് ആണ്. അപ്പം അവിടെയൊക്കെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അതൊരിക്കലും അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒരിക്കലും പബ്ലിക്കിന് ഒരിക്കലും ത്രെട്ട് ഉണ്ടാക്കുന്ന രീതിയിലാവരുത്. അപ്പോൾ അതവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് സ്പെഷ്യാലിറ്റി ലാൻഡ്സ്കേപ്പിംഗ്. ബൊട്ടാണിക്കൽ ആൻഡ് സുവോളജിക്കൽ ഗാർഡൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ് ടൈപ്പ്. എ ബൊട്ടാണിക്കൽ ഗാർഡൻ is designed to exhibit a very large variety of plant types. Its design usually has a strong educational component. അപ്പം ഇവിടെ സ്പെഷ്യാലിറ്റി ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ അതുപോലെ സുവോളജിക്കൽ ഗാർഡൻസ് ഒക്കെയാണ്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അവരൊക്കെ എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ആ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ മെയിനായിട്ട് അതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനും കൂടിയാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടുത്തായിട്ട് പറയുന്നത് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് ആണ്. ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ ഈസ് എൻ ആർട്ട് കൺസേൺ വിത്ത് ഇംപ്രൂവിങ് ദ അപ്പിയറൻസ് ഓഫ് എൻ ഏരിയ, ഗാർഡൻ, പാർക്ക് എക്സെട്ര ബൈ ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ്. ഇവിടെ പറയുന്നത് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്താണെന്നാണ്. ഇറ്റ്സ് എൻ ആർട്ട്. അവിടെ കൺസേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവിങ് ദ അപ്പിയറൻസ് ഓഫ് എൻ ഏരിയ, ഒരു ഏരിയേൻ്റെ അപ്പിയറൻസ് മൊത്തം ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഗാർഡൻ, പാർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചറിൽ ഇൻക്ലൂഡ് ആയി നിൽക്കുന്നത്. അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് ചെയ്യുന്നത്. It involves designing, planning, modifying and managing a piece of land with special reference to the sites of roads, buildings, gardens, etc. ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്ങിൽ ഇൻക്ലൂഡ് ആയി നിൽക്കുന്നത് പ്ലാനിങ്, മോഡിഫൈങ് ആൻഡ് മാനേജിങ് എ പീസ് ഓഫ് ലാൻഡ് ആണ്. അപ്പോൾ ആ 3 കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട്. ഡിസൈനിങ്, പ്ലാനിങ്, മോഡിഫൈങ് ആൻഡ് മാനേജിങ് 4 കാര്യങ്ങളാണ് ഇവിടെ ഇൻവോൾവ് ആയി നിൽക്കുന്നത്. പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ആർ വെരി വൈറ്റൽ ഇൻ ലാൻഡ്സ്കേപ്പിംഗ്. ഈ ലാൻഡ്സ്കേപ്പിങ്ങിൽ നമ്മൾ പറഞ്ഞുള്ള കാര്യങ്ങളിൽ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് എന്ന് പറഞ്ഞാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. Topography, soil type and the climate of the area must be thoroughly studied. നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ പോണ ആ ഒരു പ്ലേസിലെ ടോപ്പോഗ്രഫി, സോയിൽ ടൈപ്പ്, ക്ലൈമറ്റ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോണ പ്ലാന്റ്സിൻ്റെ അതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് there are 4 groups of professions, namely landscape architects, landscape contractors, ലാൻഡ്സ്കേപ്പ് മെയിൻ്റനൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് നഴ്സറി പേഴ്സണൽസ്. ഈ നാല് പ്രൊഫഷൻസും ടുഗദറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് ഷുഡ് വർക്ക് ടുഗദർ ടു എക്സിക്യൂട്ട് എ ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റ്. നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ആണ്. ദർ ആർ 5 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ. അതിൽ ഫസ്റ്റ് വൺ നോക്കാൻ സിംപ്ലിസിറ്റി. ദിസ് ഈസ് ലാൻഡ്സ്കേപ്പ് ഡിസൈൻ principle that advocate a number of strategies to make a design simple and elegant with minimum variations and distortion in the landscape. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് ഇവർക്ക് ഈ ഒരു പ്രിൻസിപ്പിളിന് നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഒരു ഡിസൈനെ സിമ്പിളാക്കി മാറ്റാനും ആൻഡ് എലഗൻറ്റ് വിത്ത് മിനിമം വേരിയേഷൻസ് ആൻഡ് ഡിസ്റ്റോഷൻ ഇൻ ദ ലാൻഡ്സ്കേപ്പ്. സാധാരണ ഒരു ഡിസൈനെ സിമ്പിളാക്കി മാറ്റാൻ ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ ഉള്ള ഒരു ഡിസൈനാണ് ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ബാലൻസ്. A landscape design principle that present an equal visual weight of elements to viewer. വ്യൂവറിലേക്ക് ഓരോ എലമെൻറ്റ്സിനെ ഒരു ഈക്വൽ വിഷ്വൽ വെയ്റ്റിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു തരം പ്രിൻസിപ്പിളാണ് ബാലൻസ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഫോക്കലൈസേഷൻ. എ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ പ്രിൻസിപ്പിൾ ദാറ്റ് അഡ്വക്കേറ്റ്സ് ഇൻട്രസ്റ്റ് ആൻഡ് എംഫസിസ് ഫോർ എ പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ്. ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഫോക്കലൈസേഷൻ. ഫോർത്ത് പ്രിൻസിപ്പിളാണ് റിതം ആൻഡ് ലൈൻ. This is the basic principle of continuity and orderliness of the same or similar types of components in landscaping to avoid a discounted display and to create a sense of flowering. Different components or sections of landscape should be linked by using beds of appropriate plants. ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ കണ്ടിന്യൂറ്റി ആൻഡ് ഓർഡർനെസ് ഓഫ് ദി സെയിം ഓർ സിമിലർ ടൈപ്പ് ഓഫ് കമ്പോണൻസ് ഇൻ ലാൻഡ്സ്കേപ്പിംഗ്. ലാസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് സ്കെയിൽ ഓർ പ്രൊപ്പോർഷൻ. ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സൈസ് പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ലാൻഡ്സ്കേപ്പിംഗ്. ലാൻഡ്സ്കേപ്പിംഗ് ഡിഫറെൻറ്റ് കമ്പോണൻസിന് ഇടയ്ക്കുള്ള സൈസ് പ്രൊപ്പോർഷനെ നോക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് സ്കെയിൽ ഓർ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. In choosing plants for landscaping, it is important to take into account their size at maturity. Since inanimate objects such as sculptures and houses maintain their sizes, it is so important that fully grown trees,
ലൊക്കേറ്റഡ് ഇൻ ദ വിസിനിറ്റി, ഡു നോട്ട് ഷാഡോ ആൻഡ് മേക്ക് ദം ഇൻകോൺസ്പീഷ്യസ്. നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ലാൻഡ്സ്കേപ്പിങ്ങിൽ. കാരണം അവരുടെ ഗ്രോത്ത് നമ്മൾ മെച്യൂരിറ്റിയിൽ അവരുടെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, എത്രത്തോളം വലുതാവും എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സുകളുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാന്റ്സ്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നിട്ട് വേണം ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യണമെങ്കിൽ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഔട്ട്ഡോർ ഗാർഡനിങ് എന്താണ്, അതിലെന്താണ് ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ നോക്കി, കാറ്റഗറീസ് നോക്കി, ബേസിക് പ്രിൻസിപ്പിൾസ് നോക്കി, എന്താണ് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.